സന്ധ്യ സുരേഷ് നിർമ്മിച്ച് ബാലു എസ് നായർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന തേർഡ് 143/24 എന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ദുരൂഹ സാഹചര്യത്തിലുള്ള ഏത് മരണവും പോലീസിന് മുന്നിൽ സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരിക്കും. പ്രത്യേകിച്ചും കൊലപാതകങ്ങൾ. ഒരു മരണം പോലീസിന് മുന്നിലെത്തിയാൽ അവരുടെ പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഇത് സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ ഒരു കൊലപാതകമാണോ എന്നൊക്കെ അവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകും. സമീപകാലത്ത് ഒരു നഗരത്തിൽ നടത്തിയ സമ്പന്നരായ ദമ്പതികളുടെ മരണത്തിൽ ഞൊടിയിടയ്ക്കുള്ളിലാണ് അവർ കൊലപാതകിയെ കണ്ടെത്തിയത്. എന്നാൽ ചില കേസുകളിൽ ഇവർക്ക് അല്പം കാലതാമസം നേരിട്ടേക്കാം. അന്വേഷകർക്ക് ചില വ്യക്തി താല്പര്യങ്ങളും കടന്നുവരാം. ഇവിടെ ഒരു യുവാവിന്റെ മരണം നടക്കുന്നു. ഈ കേസ് അന്വേഷണ ചുമതലയേറ്റ ഉദ്യോഗസ്ഥന് ഈ കേസിൽ വ്യക്തി താല്പര്യവും ഏറെയായിരുന്നു. കൊലപാതകയെ തേടിയിറങ്ങിയ ആ ഉദ്യോഗസ്ഥന്റെ അന്വേഷണവും അതിനിടയിൽ അരങ്ങേറുന്ന ദുരൂഹതകളുമാണ് ഏറെ ഉദ്യോഗത്തോടെ ഈ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ജോണറായി മാറിയിരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷൻ രംഗം. ആ ജോണറിൽ ഈ അടുത്ത കാലത്ത് പ്രദർശനത്തിലെത്തിയ പല ചിത്രങ്ങളും മികച്ച വിജയം നേടുകയും ചെയ്തത് ഈ ജോണർ ചിത്രങ്ങൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ചിത്രവും അത്തരം ജോണറിലാണ് അവതരണം ചെയ്യുന്നത്. ഓരോ ചിത്രത്തിന്റെയും അവതരണത്തിലെ പുതുമയാണ് ആ ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ ചിത്രത്തെ സംബന്ധിച്ചിടത്തോളവും അത്തരത്തിലുള്ള ഒരു സമീപനമാണ് അണിയറ പ്രവർത്തകർ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ തികഞ്ഞ ഉദ്യോഗവും ഏറെ സസ്പെൻസും നിലനിർത്തി അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ. ആലപ്പുഴയിലും പരിസരങ്ങളിലുമായാണ് ചിത്രീകരണം പൂർത്തിയായത്. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ സിദ്ദിഖ്, സായ് കുമാർ, വിനയ് പ്രസാദ്, ബിന്ദു പണിക്കർ, സാധിക വേണുഗോപാൽ, സ്കറിയ പൗലോസ്, ദീപ്, ബാലു എസ് നായർ, CM ജോർജ്, സന്ധ്യ, ക്ലയർ സി ജോൺ, ജോർജ് പുള്ളിക്കൻ, സുതിമോൾ, മനോജ് വഴിപാടി എന്നിവരും പ്രധാന അഭിനേതാക്കളാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സായ നിഹാർ സന്തോഷ്, ക്രിയേറ്റീവ് പ്രൊഡ്യൂസേഴ്സായ നിഹാരിക, സംഗീതം ചെയ്തിരിക്കുന്നത് AB ഡേവിഡ്സ്, ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ജഗൻ പാപ്പച്ചൻ, എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് DI ജിതിൻ കുമ്പക്കാട്ട്, കലാസംവിധാനം ചെയ്തിരിക്കുന്നത് അനീഷ് VK, മേക്കപ്പ് ചെയ്തിരിക്കുന്നത് മാളൂസ് KP, രാഹുൽ നർവാട്, കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അസിസ് പാലക്കാടാണ്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സക്കീർ പമ്പൻ, ക്രിയേറ്റീവ് അസിസ്റ്റന്റ് അലൻ K ജഗൻ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അഭിലാഷ് ഗ്രാമം, പ്രൊഡക്ഷൻ മാനേജർ മനീഷ് TM, ഡിസൈനർ ഡാവിഞ്ചി സ്റ്റുഡിയോ, പ്രൊജക്ട് ഡിസൈനർ ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ രാജൻ മാസ്, PRO വാടൂർ ജോസ്.